ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തെ പ്രശംസിച്ച് ഹൈക്കോടതി. മികച്ച അന്വേഷണമാണ് നടക്കുന്നതെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലായിരുന്നു കോടതിയുടെ പരാമർശം. ശാസ്ത്രീയ പരിശോധനാ ഫലമില്ലാതെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാകില്ലെന്നും അന്വേഷണ സംഘത്തിന് കുറച്ച് സമയം അനുവദിക്കുന്നുവെന്നും ഹർജിക്കാരോട് ഹൈക്കോടതി. വിവരങ്ങളുമായി ഷബ്ന ചേരുന്നുണ്ട്. ഷബ്ന, പലതരത്തിലുള്ള വിമർശനം, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ അടക്കം രൂക്ഷമായ വിമർശനം SITക്ക് നേരെ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെയൊരു ക്ലീൻ സർട്ടിഫിക്കറ്റ്, ഒരു പ്രശംസ SITക്ക് ലഭിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ് ഹൈക്കോടതി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഇന്ത്യയിൽ ലഭ്യമായ 2 പ്രശസ്തമായ ലാബുകളിലേക്കാണ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി സ്വർണ്ണപ്പാളികൾ അയച്ചിട്ടുള്ളത്. അതിന്റെ സാമ്പിളുകൾ അയച്ചിരിക്കുന്നത്. വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു എന്നതുകൊണ്ട് മാത്രം ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. എന്നാൽ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഒന്നും തന്നെ ഈ അന്വേഷണത്തെ ബാധിക്കുന്നില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ഇല്ലാതെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാവില്ല. അതുകൊണ്ട് ചിലർക്കൊക്കെ ജാമ്യം ലഭിച്ചിട്ടുണ്ടാകും. രാജ്യത്തെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടവും ഇതോടൊപ്പമുണ്ട്. അന്വേഷണ സംഘത്തിന് കുറച്ച് സമയം കൂടി അനുവദിക്കൂ എന്നാണ് ഹർജിക്കാരോട് കോടതി പറയുന്നത്. കാരണം ഇത് അന്വേഷണം വേണം എന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെടുന്നത്. ഈ അന്വേഷണത്തിൽ ഒരു അപാകതയും ഇല്ല എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതോടൊപ്പം പൊതുധാരണകളല്ല കോടതിയുടെ പരിഗണനയിലുള്ളത്. യഥാർത്ഥ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം എന്നും കോടതിയിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് SIT ഒരു അപ്പീലും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന പരാമർശം റദ്ദാക്കണം എന്നാണ് SITയുടെ ആവശ്യം. അതായത് വിചാരണ കോടതി തന്ത്രിക്കെതിരെ തെളിവില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. ഇതിനെതിരെയാണ് SIT ഇപ്പോൾ ഒരു അപ്പീൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. കണ്ഠരര് രാജീവർക്കെതിരായ തെളിവുകൾ എണ്ണി പറഞ്ഞാണ് SIT ഇത്തരത്തിലൊരു അപ്പീൽ സമർപ്പിച്ചത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് SIT പറയുന്നു. പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ശബ്ദ സന്ദേശങ്ങൾ തെളിവായി കണ്ടെത്തിയിട്ടുണ്ട്. ദ്വാരപാലക പാളികൾ സ്വർണം പൂശിയതാണ് എന്ന് തന്ത്രിക്ക് അറിയാമായിരുന്നു. എന്നാൽ ചെമ്പെന്ന് എഴുതിയ മഹസറിൽ തന്ത്രി ഒപ്പുവെച്ചു. 1998 പാളികൾ സ്വർണം പൂശുമ്പോൾ കണ്ഠരര് രാജീവരാണ് തന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നത്. സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന് തന്ത്രിക്കറിയാം. തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കാൻ SIT അപ്പീലും സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ. റൈറ്റ്, ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്. SIT ഇപ്പോൾ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ പ്രശംസ ഇപ്പോൾ SITക്ക് ലഭിച്ചിരിക്കുന്നു. മികച്ച അന്വേഷണമാണ് അവർ നടത്തുന്നത് എന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്.